BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. കർണാടകയിൽ DK ശിവകുമാർ മന്ത്രിസഭയുടെ വികസനത്തിന് അന്തിമ അംഗീകാരം ലഭിച്ചു. 20 പുതിയ മന്ത്രിമാരുടെ പട്ടികക്കാണ് കോൺഗ്രസ് അധ്യക്ഷ മല്ലികാർജുന ഖാർഗെ ഔദ്യോഗികമായി പച്ചക്കൊടി കാട്ടിയത്. 12 പുതുമുഖങ്ങൾ ഇടം പിടിച്ച പട്ടികയിൽ ഗായത്രി ശാന്തഗൌഡയാണ് ഏക വനിത ആയിട്ടുള്ളത്. ഇതോടെ മന്ത്രിസഭയുടെ ആകെ അംഗസംഖ്യ പരമാവധി പരിധിയായ 34ലേക്ക് ഉയർന്നിരിക്കുകയാണ്. നിയമസഭാ സ്പീക്കറായി GS പട്ടേലിനെയും ഡെപ്യൂട്ടി സ്പീക്കറായി AS പൊന്നണ്ണയെയും തെരഞ്ഞെടുത്തു. ലെജിസ്ലേറ്റീവ് കൗൺസിൽ ചെയർപേഴ്സണായി സലീം അഹമ്മദിനെയും ഡെപ്യൂട്ടി ചെയർപേഴ്സണായി ഉമാശ്രീയെയും നിയോഗിക്കാനാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിച്ചിട്ടുള്ളത്. ഡൽഹിയിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്നിവർ നടത്തിയ നിർണായക കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് പട്ടിക പുറത്തുവിട്ടത്. പ്രോട്ടോകോൾ പ്രകാരം സത്യപ്രതിജ്ഞയ്ക്ക് മുമ്പ് മന്ത്രിമാരുടെ പട്ടിക ഗവർണർക്ക് കൈമാറുന്നതായിരിക്കും. ജൂൺ 3-ന് DK ശിവകുമാർ മുഖ്യമന്ത്രിയായി അധികാരമേറ്റതിന് പിന്നാലെ 14 അംഗ മന്ത്രിസഭയായിരുന്നു നിലനിന്നിരുന്നത്. 20 ഒഴിവുകൾ നികത്താൻ വൈകിയതിൽ പ്രതിപക്ഷത്തിൽ നിന്നും പാർട്ടിയിൽ നിന്നും കടുത്ത വിമർശനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ പട്ടിക പുറത്തു വന്നതിന് പിന്നാലെ വൻ പ്രതിഷേധങ്ങളാണ് ഉയരുന്നത്. മലയാളിയും DK ശിവകുമാറിന്റെ അടുത്ത അനുയായിയുമായ NA ഹാരിസ് മന്ത്രിസഭയിൽ ഇടം പിടിക്കുമെന്ന അഭ്യൂഹമുണ്ടായിരുന്നെങ്കിലും പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ല. എന്നാൽ ദവാങ്കരെ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പാർട്ടി വിരുദ്ധ പ്രവർത്തനം നടത്തിയ മുൻ മന്ത്രി സമീർ അഹമ്മദ് ഖാൻ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് കാലത്ത് BJPയിൽ നിന്ന് കോൺഗ്രസിലെത്തിയ ലക്ഷ്മൺ സവാദിക്കും മന്ത്രിസ്ഥാനം ലഭിച്ചിട്ടുണ്ട്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.